Hello everyone, welcome to iPlus Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന 5 ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ ഓരോ 5 ചോദ്യങ്ങളും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ, നമുക്ക് അത്രയും വലിയൊരു അസെറ്റ് ആണ് ഓരോ സെറ്റും അല്ലേ. കാരണം ഇപ്പൊ സെറ്റ്സ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഓരോ സെറ്റുകളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ടോപ്പ് 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ എല്ലാ ടോപ്പ് 5 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ കയ്യിലായോ, നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 5 ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ അതിലുപരിയുള്ള കുറച്ച് ഇൻഫർമേഷൻസും നമ്മളിലേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതേ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇത് നമ്മുടെ പഴയ ചോദ്യ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പഴയ ചോദ്യ പേപ്പറിൽ നിന്ന് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ചോദ്യങ്ങൾ എടുത്ത് ടോപ്പ് 5 ആക്കി ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നോക്കാം. The flowers that the blessed damsel had in her hands are. Okay, നമ്മുടെ ബ്ലെസ്ഡ് ഡാമസൽ കയ്യിൽ കരുതുന്ന ഫ്ലവേഴ്സ് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഫ്ലവേഴ്സ് ആണ്? ഓക്കെ, അത് റോസസ് ആണോ, വയലറ്റ്സ് ആണോ, അതോ ലിലീസ് ആണോ, ഇനി ലോട്ടസ് ആണോ? ഓക്കെ, എന്ത് ഫ്ലവേഴ്സ് ആണ് കയ്യിൽ ക്യാരി ചെയ്യുന്നത്? ഓക്കെ, എന്ത് ഫ്ലവേഴ്സ് ആണ് കയ്യിൽ ക്യാരി ചെയ്യുന്നത്? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്പെല്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് കവിതയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്റററി വർക്കിൽ നിന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ, ഇപ്പം എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് വരുന്നതിന് മുമ്പുള്ള സ്പെല്ലിങ്സ് ആയിരിക്കും ചിലപ്പോൾ അതിനകത്തുള്ളത്. അത് അതുപോലെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളായിട്ട് തിരുത്തൽ വരുത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, കാരണം അതൊരു ലിറ്റററി വർക്കിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്പെല്ലിങ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ലിലീസ് ആണ് കേട്ടോ. അപ്പൊ ദ ഫ്ലവേഴ്സ് ദാറ്റ് ദ ബ്ലെസ്ഡ് ഡാമസൽ ഹാഡ് ഇൻ ഹർ ഹാൻഡ്സ് ആർ ആക്ച്വലി ലിലീസ്. ഓക്കെ, ലിലീസ് മറന്നു പോകരുത് കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ലില്ലി തന്നെയാണ് ഉത്തരം. നിങ്ങൾ ലില്ലി തന്നെയാണ് ആൻസർ ചെയ്തതെന്ന് ഉറപ്പിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം വേണം അല്ലെ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് എടുക്കാം. നോക്കിക്കോ. Who wrote the preface to the second edition of Wuthering Heights? എമിലി ബ്രോണ്ടയുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് അല്ലെ, വിതറിംഗ് ഹൈറ്റ്സ്. ഓക്കെ, ത്രഷ് ക്രോസ് ഗ്രാൻഡിന്റെയും അതുപോലെ തന്നെ വിതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു കോട്ടേജിന്റെ ഒക്കെ കഥയാണ് പറയുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതമാണ് നമ്മൾ ഈ ഒരു നോവലിൽ കാണുന്നത് അല്ലെ. അപ്പൊ വിതറിംഗ് ഹൈറ്റ്സ് ബ്രോണ്ടയുടെ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്താണ്, ഹു റോട്ട് ദ പ്രിഫൈസ് ടു ദ സെക്കൻഡ് എഡിഷൻ, അതായത് ഫസ്റ്റ് ബുക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് എഡിഷൻ ഇതിന്റെ വരുന്ന സമയത്ത് അവര് പ്രിഫൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആരാണ് അതിന്റെ പ്രിഫൈസ് റൈറ്റിംഗ് നടത്തിയത്? മിസസ് ഗാസ്കൽ, DG റോസേറ്റി, ബ്രാൻഡ്വെൽ ആൻഡ് ഓൾസോ ഷാർലറ്റ് ബ്രോണ്ടെ. ഓക്കെ, ഷാർലറ്റ് ബ്രോണ്ടെ. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നത്? ഷാർലറ്റ് ബ്രോണ്ടെ ആണ് കേട്ടോ. ഓക്കെ, സിസ്റ്റേഴ്സ് ആണ് എമിലി ബ്രോണ്ടെ, ഷാർലറ്റ് ബ്രോണ്ടെ. നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഹു റോട്ട് ദ പ്രിഫൈസ് ടു ദ സെക്കൻഡ് എഡിഷൻ ഓഫ് വിതറിംഗ് ഹൈറ്റ്സ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഷാർലറ്റ് ബ്രോണ്ടെ ആണ് കേട്ടോ. ഷാർലറ്റ് ബ്രോണ്ടെ. ഇനി സിമ്പിൾ ആയിട്ടൊരു ചോദ്യം വന്നു എന്ന് തന്നെ കരുതുക. വിതറിംഗ് ഹൈറ്റ്സ് എഴുതിയത് ആരാണെന്ന്. നിങ്ങൾ എന്തായിരിക്കും ആൻസർ കൊടുക്കുന്നത്? എമിലി ബ്രോണ്ടെ. ഓക്കെ, എമിലി ബ്രോണ്ടെ, EMILY, എമിലി ബ്രോണ്ടെ, BRONTE. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെ ചോദ്യമാണ്. എന്തായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. Who was the publisher of the Shakespearean sonnets? Okay, ഷേക്സ്പിയർ എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട്? 154 അല്ലെ. 154 സോണറ്റുകളാണ് തയ്യാറാക്കിയത് അല്ലെ. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്തത് ആരാണ്? എഴുതിയത് ഷേക്സ്പിയർ ആണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസിൽ നമുക്ക് വില്യം ഹെർബർട്ട് ഉണ്ട്, ഹെൻറി വൃദസ്ലി ഉണ്ട്, അതുപോലെ തന്നെ തോമസ് ത്രോപ്പും, ഒപ്പം തന്നെ നമുക്ക് വില്യം ഹോളും ആണ് ഓപ്ഷൻസിലുള്ളത് അല്ലെ. അപ്പൊ ഇവരിൽ ആരാണ് നമ്മുടെ ഷേക്സ്പിയറിയൻ സോണറ്റ്സിന്റെ പബ്ലിഷർ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്? ഷേക്സ്പിയറിയൻ സോണറ്റ്സിന്റെ പ്രത്യേകത എന്താ? ഷേക്സ്പിയർ തന്നെ ലോകമറിഞ്ഞ ഒരു ഡ്രാമാറ്റിസ്റ്റ് ആണ്, എഴുത്തുകാരനാണ്, കവിയാണ് അല്ലെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോണറ്റിയർ കൂടെയാണ്, സോണറ്റ് എഴുതുന്ന ഒരു വ്യക്തി കൂടെയാണ്. 154 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. 154 ഇത് തന്റെ ഫ്രണ്ടായ WHന് വേണ്ടിയും അതുപോലെ തന്നെ തന്റെ മിസ്ട്രസ് ഡാർക്ക് ലേഡിക്ക് വേണ്ടിയും ഇനി അതുപോലെ തന്നെ ബാക്കി കുറച്ചെണ്ണം ലവ് സോണറ്റ്സ് എന്നും ജനറൽ സോണറ്റ്സ് എന്നും ഒക്കെയുള്ള കാറ്റഗറിയിലേക്കുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പബ്ലിഷർ എന്ന് പറയുന്നത് തോമസ് തോർപ്പാണ് കേട്ടോ. തോമസ് തോർപ്പാണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് നാലാമത്തെ ചോദ്യം വേണം അല്ലെ. 3 എണ്ണം കംപ്ലീറ്റ് ആയല്ലോ. ആദ്യത്തെ ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഡാമസലിൽ നിന്നായിരുന്നു. ഉത്തരം ലിലീസ് ആണ്. പിന്നെ സെക്കൻഡ് എഡിഷൻ ഓഫ് വിതറിംഗ് ഹൈറ്റ്സ് അതിന്റെ പ്രിഫൈസ് തയ്യാറാക്കിയത് ഷാർലറ്റ് ബ്രോണ്ടെ ആണ്. മൂന്നാമത്തെ ചോദ്യം വന്ന സമയത്ത് ഷേക്സ്പിയറിയൻ സോണറ്റുകളുടെ പബ്ലിഷർ ആരായിരുന്നു എന്നാണ് ചോദ്യം. തോമസ് തോർപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നോക്കിക്കോ. ഇറ്റ് ഈസ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജ്ഡ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. That's a single man is in possession of a good fortune must be in want of a wife.
this sentence occurs in. Okay, അതായത് a person who is having good fortune will be next in the next step the person will be looking for a good partner, അല്ലെ, ഒരു വൈഫ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എവിടെയാണ് അല്ലെ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫേമസ് ആയിട്ടുള്ള നോവൽ ഏതാണ്? ഡൊമസ്റ്റിക് നോവൽസിന്റെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. നോക്കിക്കേ, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഉണ്ട്, പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് ഉണ്ട്, മാൻസ്വെൽ പാർക്ക് ഉണ്ട്, എമ്മ ഉണ്ട് അല്ലെ. അപ്പൊ ഈ സെന്റൻസ് വരുന്ന വർക്ക് പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് ആണ് കേട്ടോ. പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന് പറയുന്ന ആ ജെയിൻ ഓസ്റ്റൻ വർക്കിലാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ജെയിൻ ഓസ്റ്റൻ അറിയപ്പെടുന്നത് തന്നെ വൺ അമംഗ് ദ ഇമ്പോർട്ടന്റ് റൈറ്റർ അല്ലെ, വൺ അമംഗ് ദ ഇമ്പോർട്ടന്റ് റൈറ്റർ ഓഫ് ഡൊമസ്റ്റിക് നോവൽസ് അല്ലെങ്കിൽ മദർ ഓഫ് ഡൊമസ്റ്റിക് നോവൽസ് എന്ന കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യവും ഈ വരികളും മറന്നു പോകാതെ സൂക്ഷിക്കുക. ഈ വരി എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? നമ്മൾ ഈ നോവൽ വായിക്കുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഐഡിയ നമുക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാ നോവൽസും ഒരുപോലെ നമുക്ക് എടുത്ത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഒരു നോളജിലേക്ക് ആഡ് ചെയ്ത് വെക്കുക, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി ആ ചോദ്യം ആവർത്തിക്കപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ അങ്ങ് റെഡി ആവും. നമ്മൾ ഈ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ നോവലിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് പഠിച്ചെടുക്കും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 5ാമത്തെ ചോദ്യമാണല്ലോ, അത് നമുക്ക് നോക്കാം. What is the inscription that appears on Dr. Faustus' arm? ഓ ഹോമോ ഫ്യൂജ് മീൻ. ഓക്കെ, നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസ്, നമ്മുടെ എന്താണ് മാർലോയുടെ, ക്രിസ്റ്റഫർ മാർലോയുടെ വർക്കാണ് അല്ലെ. അപ്പം എന്താണ് ഡോക്ടർ ഫോസ്റ്റസിന്റെ ആമിൽ എഴുതിയിട്ടുള്ള ഓ ഹോമോ ഫ്യൂജ് എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്? ഓ മാൻ ക്രൈ, ഓ മാൻ ഫ്ലൈ, ഓ മാൻ സിങ്ക്, ഓ മാൻ വോക്ക്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓ മാൻ ഫ്ലൈ. ഓക്കെ, ഓ മാൻ ഫ്ലൈ എന്നുള്ള വർക്കാണ് നമ്മുടെ 7 ഡെഡ്ലി സിൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ബൈബിളിൽ നിന്നുള്ള ധാരാളം ഐഡിയാസിന്റെ അനാലിസിസും ഒക്കെ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് HSST ഇംഗ്ലീഷിനായിട്ട് നമ്മുടെ തയ്യാറെടുപ്പിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു 5 ചോദ്യങ്ങൾ. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു സോ മച്ച്.